നമസ്കാരം. അങ്ങനെ വലിയൊരു കൊള്ളയുടെ ആദ്യത്തെ ചുരുളഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ, അല്ലെങ്കിൽ വീണ ടി, വീണ തൈക്കണ്ടി, വീണ റിയാസ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടാം. എന്താണെങ്കിലും മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഇന്നിപ്പോൾ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, കുറേ കാലങ്ങളായിട്ടുള്ള സംഭവവികാസങ്ങൾ. കഴിഞ്ഞ മാസം 26-ാം തീയതി ഹൈക്കോടതി ഇഡി അന്വേഷണത്തിന് ഉത്തരവിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇഡി റെയ്ഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതും ആ ഇഡി റെയ്ഡിനെ സംബന്ധിച്ചിട്ടുണ്ടായ കേരളത്തിൻ്റെ ചലനങ്ങളെന്ന് പറഞ്ഞാൽ പിണറായിസ്റ്റുകളായിട്ടുള്ള കുറേ മന്ദബുദ്ധികൾ അന്ന് ഇഡിനെ ഇഷ്ടി കൊണ്ട് ഇടിക്കാനും ക്രൂരമായിട്ട് മർദ്ദിക്കാനും അതുപോലെ വലിയ അക്രമം അഴിച്ചുവിട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ വീടിൻ ആയിരുന്നല്ലോ സ്വാഭാവികമായിട്ടും അന്ന് വീണ വിജയൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഇഡി നടത്തിയ ആ റെയ്ഡിൽ തിരുവനന്തപുരത്ത് നടന്ന ആ അക്രമം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഇന്ന് യാതൊരു അക്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ഇഡി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ. പക്ഷേ യാതൊരുവിധ പ്രകോപനവും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 27-ാം തീയതിയിലെ അനുഭവം പിണറായിസ്റ്റുകൾക്ക് തന്നെ ഒരു പാഠമായിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം വീണ വിജയൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നടത്തിയിരിക്കുന്ന ഈ തട്ടിപ്പിനും കൊള്ളയ്ക്കും വേണ്ടിയിട്ട് എന്തിനീ പാവപ്പെട്ട സഹാക്കളെ ബലിയാടാക്കുന്നു എന്നുള്ള ഒരു ചോദ്യം CPM-ൽ തന്നെ, പിണറായിസ്റ്റുകളിൽ തന്നെ അതിശക്തമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യമായിരുന്നു. കാരണം അന്ന് അറസ്റ്റ് ചെയ്ത് ഏകദേശം 25-26ഓളം പേരാണ് ഇന്നും ജയിലുകളിൽ കഴിയുന്നത്. യാതൊരു കാരണവും ഇല്ലാതെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും ആണെന്നോർത്ത് സമാധാനിക്കാം. ഇത് വീണ വിജയൻ എന്ന് പറഞ്ഞാൽ അവരൊരിക്കൽ പോലും CPM-ൻ്റെ അല്ല DYF-യുടെ അതും അല്ലെങ്കിൽ ഒരു SFIയുടെ പോലും പഠിച്ചിരുന്ന കാലത്ത് പോലും ഒരു SFIയുടെ കൊടി പോലും കയ്യിലേന്തി CPM-ന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ എന്നും പാർട്ടിക്ക് ഒരു തലവേദനയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും. അതിനുശേഷം അവരുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പോലും അവരുടെ ആദ്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം വഷളായി കഴിഞ്ഞിട്ട് രണ്ടാം ഭർത്താവിനെ പോലും കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ചെലവിൽ അവർക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നു എന്നുള്ളതും ഇവിടെ ഒരു പരിധിവരെ പാർട്ടിക്കാരുടെ ഇടയിൽ ഒരു വിമർശനാത്മകമായിട്ടുള്ള ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ സ്വാഭാവികമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ പാർട്ടിയിലെ സഹാക്കളെ എന്തിനു ബലിയാടാക്കുന്നു, അല്ലെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് സമാനം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇഡിയുടെ റെയ്ഡിനെതിരെ അതിശക്തമായിട്ട് അന്ന് പ്രതികരിച്ചിരുന്ന ആ പാർട്ടി പ്രവർത്തകരെല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഒരു കാര്യം അവരുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടോ അതൊന്നും പാർട്ടിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ ഈ വലിയ വലിയ നേതാക്കന്മാർക്ക്. കാരണം ഇവരൊക്കെ ഈ ശതകോടികൾ തട്ടിച്ച് ഇതിനകത്ത് സാധുക്കളെ ആയിട്ടുള്ള ഇവരെ ബലിയാടാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മൊത്തം പണമാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ ഇതിനു മുമ്പ് പല വീഡിയോസിലൂടെ അത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്താണ് കരിമണൽ എന്നുള്ളത്. പലർക്കും അതിനെപ്പറ്റി അറിയില്ല. അതായത് ആണവോർജ്ജ ഉൽപ്പാദനത്തിനായിട്ടുള്ള ഇന്ധനം, യുറേനിയത്തിന് സമാനമായിട്ടുള്ള ഇന്ധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നല്ല കരിമണലാണ് നമ്മുടെ തീരദേശ മേഖലയിലുള്ളത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി അതുപോലെ നീണ്ടകര അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം കിടക്കുന്ന കരിമണൽ എന്ന് പറയുന്നത് കോടാനുകോടികളുടെ ധാതു സമ്പത്താണ്. പലർക്കും അതിൻ്റെ മൂല്യം അറിയില്ല. അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളരെ ദരിദ്രരായിട്ടുള്ള, അതായത് വസ്ത്രവും ഭക്ഷണവും മരുന്നും ഇല്ലാതെ കഴിയുന്ന പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഖനനം ചെയ്ത് വമ്പൻ രാജ്യങ്ങൾ അത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞതുപോലെ സമാനമാണ് നമ്മുടെ ഇവിടുത്തെ ഈ കരിമണൽ. അത് ഇവിടുത്തെ ഈ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ചില മാഫിയകൾ തട്ടിമാറ്റുന്നതിൻ്റെ ഒരു ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഈ കരിമണൽ കടത്ത്, അല്ലെങ്കിൽ കരിമണൽ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കമ്പനി. CMRL-ൻ്റെ MD ആണ്. ശരിക്കും പൊതുമേഖലയ്ക്ക് 13% ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ പോലും ഇയാളുടെ ഒരു കുടുംബസ്വത്ത് പോലെയാണ് ആ സ്ഥാപനം കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. ആ സ്ഥാപനത്തിന് ആയിട്ടുള്ള ഒരു വഴിവിട്ട കരാർ, ആ കരാറിൻ്റെ പുറത്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ വിജയൻ ഇപ്പോൾ പ്രതിയായിരിക്കുന്നത്. അത് 1.72 കോടിയും
വീണാ വിജയന് നേരിട്ട് കൊടുത്തതും. അതുകൂടാതെ അവരുടെ കമ്പനിക്ക് ഈ വീണാ വിജയൻ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു എക്സാലോജിക് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു തട്ടിക്കൂട്ട് കമ്പനി. ആ കമ്പനിക്ക് കൊടുത്തതും കൂടെ കൂട്ടിയിട്ട് 2.78 കോടി രൂപയുടെ കണക്കാണ് തിരിമറിയായിട്ട് പ്രത്യക്ഷത്തിൽ വീണാ വിജയനെതിരെ വന്നിരിക്കുന്നത്. പക്ഷേ അതുമാത്രമല്ലല്ലോ, കാരണം ഇവിടുന്ന് ഈ കാലഘട്ടത്തിൽ ഏകദേശം 1600 കോടി രൂപയുടെ കരിമണലാണ് നമ്മുടെ ഈ കേരള തീരത്തുനിന്ന് ഈ കരിമണൽ കർത്ത അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒത്താശ ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ കൈക്കൂലി അത് കണക്കിൽ വരുന്നതാണ്. അല്ലാതെ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തു പോയ കാര്യമാണ്. കാരണം ഈ കരിമണൽ കർത്തയുടെ ഒരു ഡയറി എന്ന് ഒരു വിജിലൻസ് പിടികൂടി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സുകാർ പിടികൂടി കഴിഞ്ഞപ്പോൾ ആ ഡയറിക്കകത്ത് എഴുതിയിരിക്കുന്ന ഓരോ പേരുകൾ, കാരണം വമ്പൻ കോടികൾ കൈക്കൂലി കൊടുക്കുമ്പം മെയിൻ പേരുകൾ എഴുതില്ല. അതിന് പകരമാണ് PV, OC, KC, RC, PKK എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷോർട്ട് ഫോമിൽ എഴുതിയിരുന്നത്. അത് പിന്നീട് ഓരോരുത്തരുടെ വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ PV എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നും, അതുപോലെ തന്നെ OC എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണെന്നും, RC എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണെന്നും, PKK എന്ന് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണെന്നും, അതുപോലെ തന്നെ മറ്റു പലരുടെയും പേരുകൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും മേലാളന്മാരെല്ലാം ഇതിനകത്ത് പിണിയാളുകളായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊള്ളയ്ക്ക് കൂട്ടം നിന്നു എന്ന് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാരാംശം. കാരണം ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് രേഖകളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതുകൊണ്ടാണല്ലോ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഏറ്റവും പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന മാത്യു കുഴൽനാടൻ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും അതിശക്തമായിട്ട് അതിനെപ്പറ്റി പ്രതിപാദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നോ, അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ UDFിൽ നിന്ന് പോലും കൂടെ ശക്തമായിട്ടൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പരമാവധി അദ്ദേഹത്തെ പിന്നോട്ട് വലിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചിരുന്നത്. എന്താണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ടത്തിനും കൂടിയുള്ള ഒരു പ്രതിഫലം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ഈ കേസ് ഇത്രയും ഗൗരവത്തിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, നമുക്കറിയാം BJPയുടെ ഒരു നേതാവും അതുപോലെ തന്നെ PC ജോർജിൻ്റെ മകനുമായ ഷോൺ ജോർജ് അതിശക്തമായിട്ട് കോടതിയിൽ ഇതിനകത്ത് ഇടപെട്ട് കോടതി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഈ വീണാ വിജയൻ എന്ന് പറയുന്ന ഈ സ്ത്രീ അവർ ഈ ബാംഗ്ലൂർ തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി. ആ തട്ടിക്കൂട്ട് കമ്പനി എക്സാലോജിക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അവർ മറ്റ് കമ്പനികൾക്കൊക്കെ സേവനം കൊടുക്കാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്നൊക്കെയാണ് പേരിട്ടിരിക്കുന്നത്. പക്ഷേ അവർ കാര്യമായിട്ട് എവിടെയും വർക്ക് ചെയ്തതായിട്ടൊന്നും എവിടെ രേഖയില്ല. കാരണം ഈ ഇൻകം ടാക്സിൻ്റെ അതുപോലെ തന്നെ EDയുടെയൊക്കെ അന്വേഷണത്തിനകത്ത് അതെല്ലാം വ്യക്തമായി കഴിഞ്ഞു. ആകപ്പാടെ ഇവർ ചെയ്തിരിക്കുന്ന സേവനം, ഏറ്റവും കൂടുതൽ സേവനം കൊടുത്തു എന്ന് പറയുന്നത് ഈ CMRLനാണ്. CMRLന് എന്താണ് സേവനം കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ സേവനമൊന്നും കൊടുത്തിട്ടില്ല, ഇങ്ങോട്ട് കിട്ടാനുള്ളത് വാങ്ങിയെടുത്തു എന്നുള്ളതാണ്. അതിനേക്കാളും ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ഈ കർത്തയുടെ കുടുംബക്കാർ ഉൾപ്പെട്ട പല പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഇവർ പല പല ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. അതിനകത്തൊരു കരിമണൽ കർത്തയുടെ ഫാമിലിയിൽപ്പെട്ട, അതായത് ഭാര്യയുടെ അല്ലെങ്കിൽ മകൻ്റെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫൈനാൻസിങ് കമ്പനിയാണ് എംപവർ ഇന്ത്യ. എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്ന് ഈ വീണാ വിജയന് അങ്ങോട്ട് ലോൺ കൊടുക്കുന്നു, 25 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നു. അതിനുശേഷം വീണാ വിജയൻ അതിൽ നിന്ന് 1 രൂപ പോലും തിരിച്ചടയ്ക്കാതിരിക്കുമ്പോൾ വീണ്ടും 25 ലക്ഷം രൂപ കൂടെ കൊടുക്കുന്നു, 50 ലക്ഷം രൂപ. എന്നിട്ട് ഈ എംപവറിനെടുത്തിരിക്കുന്ന ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒറ്റ ഫാമിലിയുടെ ആണെന്ന് കണക്കൂട്ടണം. ഈ കരിമണൽ കർത്തയുടെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CMRL, അദ്ദേഹമാണ് അതിൻ്റെ MD. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലാണ് ഈ എംപവർ. അവിടെ നിന്ന് ഈ 50 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു. അതിനുശേഷം ഈ കരിമണൽ CMRL കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എക്സാലോജിക്കിന് അല്ലെങ്കിൽ വീണാ വിജയൻ്റെ കമ്പനിക്ക് മാസം മാസം അങ്ങോട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ പൈസ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഈ മകൻ്റെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ മകൻ്റെ ഈ ഫൈനാൻസിങ് കമ്പനിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണിലേക്ക് പൈസ തിരിച്ചടയ്ക്കാനായിട്ട് പൈസ അടയ്ക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു റൊട്ടേഷനാണ്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ കടം കൊടുക്കുന്നു, ആ കുടുംബത്തിൻ്റെ സർവീസ് ഏറ്റെടുത്തുകൊണ്ട് ഒരു കരാറുണ്ടാക്കുന്നു, ആ കരാറിൻ്റെ വേതനമായിട്ട് മാസം മാസം പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, ആ പൈസ വീണ്ടും ഇവരുടെ കമ്പനിയിലേക്ക് തിരിച്ചു വരുന്ന രീതിക്ക് ഒരു റൊട്ടേഷൻ, ഒരു കണക്കിലെ ഒരു കളി. പക്ഷേ ഈ കളിയിലൊന്നും സുതാര്യതയില്ലായിരുന്നു. ഇതൊരു തട്ടിപ്പാണ് എന്ന് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് അത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതി അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഉത്തരവിടുകയും
ഏതായാലും ഇത്രയും സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇന്നിപ്പോൾ രാവിലെ വീണ വിജയൻ കൊച്ചി ED ഓഫീസിൽ വന്ന് ഹാജരായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 12-ാം തീയതി ഹാജരാവാൻ പറഞ്ഞപ്പോഴാണ് ശാരീരിക അസ്വസ്ഥതയൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധിയൊക്കെ ഒഴിഞ്ഞു മാറാനൊക്കെ ആയിട്ട് നോക്കി. പക്ഷേ ED അത് സമ്മതിച്ചില്ല. ഒരു അവധിയൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കോടതിയുടെ ഒരു പരിഗണനയാണുള്ള ED എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അന്വേഷണ ഏജൻസി എന്നുള്ള നിലയ്ക്ക് അവരൊരു പരിഗണന കൊടുത്തു. ശരി, ഈ പ്രാവശ്യത്തേക്ക് പരിഗണിക്കുന്നു. അടുത്ത ബുധനാഴ്ച, അതായത് ഇന്നാണ് ബുധനാഴ്ച 17-ാം തീയതി കൃത്യമായിട്ട് ഹാജരാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നൊരു സൂചന സ്വാഭാവികമായിട്ട് അവർ നൽകിയിരുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഏതായാലും ഇന്ന് വലിയ മനസ്സിൽപ്പെടുത്തൊന്നും ഉണ്ടാവാതെ തന്നെ വീണ വിജയൻ വന്ന് ED ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലും മുറക്കി നടക്കും. ചിലപ്പോൾ ഒറ്റയടിക്കൊന്നും ചോദ്യം ചെയ്തതിൽ തീർന്നു എന്ന് വരില്ല. ഇന്ന് ചിലപ്പോൾ ചോദ്യം ചെയ്ത് വിടാനായിരിക്കാം സാധ്യത. എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ EDക്ക് അറിയുള്ളൂ. വീണ്ടും ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 2-3 ചോദ്യം ചെയ്യലിന് ശേഷം മിക്കവാറും വീണ തൈക്കണ്ടി ഉണ്ട തിന്നാനായിട്ട് അകത്തേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും കാലം കാരണഭൂതനും അതുപോലെ തന്നെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി എന്നൊക്കെ വാഴ്ത്തുപാട്ടുകാർ പാടിപ്പോഴ്ത്തിക്കൊണ്ടിരുന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയനും അതിൻ്റെ പിന്നാലെ ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമ്മൾ പൊതുസമൂഹത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഈ 1.72 കോടിയോ അല്ലെങ്കിൽ 2.78 കോടിയോയുടെ കണക്കൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1600 കോടി രൂപയുടെ ധാതു സമ്പത്ത്, പൊതുസമൂഹത്തിന് അർഹതപ്പെട്ട ധാതു സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടതിൻ്റെ ആ ഒരു ഒറ്റ വിഷയമാണ് പൊതുസമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇതാണ് പൊതുജനം അറിയേണ്ടത്. അതല്ലാതെ ഇപ്പം സ്വാഭാവികമായിട്ടെന്ന് ആദ്യമേ പറഞ്ഞല്ലോ, EDയുടെ മുന്നിൽ അവർക്ക് വരുന്ന കണക്കുകൾ, ആ കണക്കുകളിലെ തിരിമറി, അതിനെപ്പറ്റിയൊക്കെയാണ് അവർക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പൊതുജനം കാണേണ്ടത്, നീതിബോധമുള്ള പൊതുസമൂഹം കാണേണ്ടത് നമ്മുടെ ധാതു സമ്പത്താണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അതിനകത്ത് ശക്തമായിട്ട് കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ നിന്നും ജയിച്ചു വന്നിരിക്കുന്ന G. സുധാകരൻ, അദ്ദേഹം മുൻ CPMൻ്റെ ശക്തനായ നേതാവും പിണറായി വിജയൻ മന്ത്രിസഭയിലെ ആദ്യ ടൈമിലെ ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു G. സുധാകരൻ. അദ്ദേഹം ഇപ്രാവശ്യം UDFൻ്റെ സ്വതന്ത്രനായിട്ടാണ് നിന്ന് മത്സരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമൊക്കെ അതിനകത്ത് ശക്തമായിട്ട് ഇടപെടുന്നതാണ്. കാരണം അദ്ദേഹമൊക്കെ ഒരു കറതകർന്ന ആളാണ്. അത്തരം കുറേ കറതകർന്ന നേതാക്കൾ CPMലുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഈ പിണറായി വിജയൻ വലിയ നേതാവായി വന്നതോടുകൂടി അവരൊക്കെ പാർട്ടിയിൽ നിന്ന് ഒതുക്കപ്പെട്ടു, അല്ലെ തഴയപ്പെട്ടു. അവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ കൂടിയാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരു സംഘടന മാത്രമായിട്ട് CPM എന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ പിണറായിസ്റ്റ് സംഘം എന്ന പ്രസ്ഥാനം അധപ്പതിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള വേട്ട. നമുക്കറിയാം, ഇപ്പോഴത്തെ മന്ത്രിസഭയായ VD സതീശൻ്റെ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്ന നിലപാട് വളരെ ശ്ലാഘനീയമാണ്. എന്തുമാത്രം ലഹരി മാഫിയകളെയാണ് ഓരോ ദിവസവും അമർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇതിന് തൊട്ട് മുമ്പ് ഈ ലഹരി ഇവിടെ നടമാടിക്കൊണ്ടിരുന്ന ആളാണ്. നമ്മളൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അന്നും ആഭ്യന്തര വകുപ്പ് ഇവിടെയുണ്ട്, പോലീസ്, എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അതെല്ലാം ഉറങ്ങി നിന്നിരുന്നു. അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിണിയാളുകളായിട്ട് നിന്നിരുന്നത് ഈ പിണറായിസ്റ്റുകളായിരുന്നത് കൊണ്ട് പോലീസിന് അവിടെ നിഷ്ക്രിയമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഇവരെല്ലാം അമർച്ച ചെയ്യാനായിട്ട് പോലീസിന് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം കൂടെ മിസ് കേരള റണ്ണറപ്പായിട്ട് വന്നിരുന്ന ഒരു സ്ത്രീയെ ബോംബെയിൽ വെച്ച് പിടികൂടി. 11.5 കോടി രൂപയുടെ, ഹർഷ സണ്ണി, വയനാട്ടുകാരിയാണ്. 11.5 കോടി രൂപയുടെ ഏറ്റവും ക്വാളിറ്റി കൂടിയ മയക്കുമരുന്നുമായിട്ട് ബോംബെ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ഹോങ്കോങ്ങിൽ നിന്നാണ് വന്നിറങ്ങിയത്. പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുകയാണ്, അയ്യോ അത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു പാർട്ടി എൻ്റെ കയ്യിൽ ബാഗ് വന്ന് കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ഊള ന്യായീകരണം പറയാൻ കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ പിന്നെ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന കൂത്താട്ടുകുളത്തുള്ള ഒരു ദന്തൽ വ്യാജ ഡോക്ടറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളും ഇതുപോലെ തന്നെ ന്യായീകരണം കൊണ്ടൊക്കെ കാണുന്നുണ്ട്. ന്യായീകരിക്കാനൊക്കെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഈ ന്യായീകരണം അല്ലല്ലോ ഇതിൻ്റെ സത്യം. അതൊക്കെ അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് അതൊക്കെ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്താണെങ്കിലും ശരി, വീണ തൈക്കണ്ടി എന്താണെങ്കിലും ED ഓഫീസിൽ ഹാജരായിരിക്കുന്നു. ഈ കേസ് അതിൻ്റെ ശരിയായ ദിശയിലൂടെ പോകണം എന്ന് തന്നെയാണ് നീതിബോധമുള്ള പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അത് ഇനിയും അതിൻ്റെ മറ്റ് അപ്ഡേഷനുകളായിട്ട് വരുന്നതായിരിക്കും.